വൈകുന്നേരം ചായക്ക് എളുപ്പത്തിൽ എന്തുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മളുടെ പലഹാരവും റെഡിയായി കിട്ടും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ മീഡിയം ഗ്രേറ്ററിലൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വെള്ളത്തിലേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് പെട്ടെന്ന് മാറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ വെള്ളത്തിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം. അതിൻ്റെ സ്റ്റാർച്ച് കണ്ടൻറ്റ് നല്ലപോലെ മാറ്റിയെടുത്തിട്ട് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കുഴഞ്ഞ രീതിക്കാണ് നമ്മളുടെ പലഹാരം ഉണ്ടാകുക. അപ്പോൾ ദാ ഇതുപോലെ 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു വലിയ ഉള്ളിയാണ്. അതും നല്ല കനം കുറച്ചാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ക്യാപ്സിക്കാണ്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ട് ഇതുപോലെ ഫൈനായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ബൈൻഡിങ്ങിനായിട്ട് ഞാനിവിടെ കടലപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കടലപ്പൊടിയോ അരിപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. കടലപ്പൊടി ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കടലപ്പൊടി നമ്മൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം 1/2 കപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരുന്നു. അതിനുശേഷം കുഴച്ച് വരുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടലായിട്ട് എനിക്കിവിടെ 1.5 കപ്പ് അളവ് കടലപ്പൊടിയുടെ ആവശ്യമാണ് വന്നിരിക്കുന്നത്. അരിപ്പൊടി ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ കുഴച്ചെടുത്ത് വരുമ്പോൾ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. വെള്ളം ഇറങ്ങി വന്ന് ആ ഒരു ബൈൻഡിങ് കറക്റ്റ് ആവുന്നത് വരെയാണ് നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ദാ ഇവിടെ ഞാനിപ്പം ഒരു 1/2 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ കുഴച്ചെടുത്ത് വരുമ്പോൾ ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറി നല്ലൊരു കൂട്ട് തയ്യാറായി വരുന്നത് വരെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ആ ഒരു പാകത്തിന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി എത്രയാണോ കടലപ്പൊടി ആവശ്യമായിട്ട് വരുന്നത് അത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ 1.5 കപ്പ് അളവ് കടലപ്പൊടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി അതിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പച്ചക്കറിയുടെ അളവിനനുസരിച്ചും അതിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചും ആ ഒരു ഉപയോഗിക്കുന്ന കടലപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് കുഴഞ്ഞ കൂട്ടാണ് വേണ്ടത്. നമുക്കിത് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാണ് ഉണ്ടാകുക. ആ ഒരു രീതിക്ക് മാത്രമാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ആ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇതിനും വേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നല്ലപോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ല ചൂടായതിനു ശേഷം ഇത് കുറേശ്ശെയായി ഉരുട്ടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് ഷേപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന പോലെ ചെറുതായിട്ട് നുള്ളി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പത്തിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വലുപ്പത്തിൽ തയ്യാറാക്കി എടുക്കണമെന്ന്. നിങ്ങൾക്ക് ചെറുതായിട്ടാണ് തയ്യാറാക്കിയെടുക്കാൻ ഇഷ്ടമെങ്കിൽ ആ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലുള്ള പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്താം. അതുപോലെ നിങ്ങൾക്ക് ക്യാബേജ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം ആയാലും കുക്കിംഗ് ടൈം ആയാലും ഒക്കെ കുറവാണ്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.